പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് സെക്കൻഡ് ഇയറിലെ വർക്ക്ഷോപ്പ് കാൽക്കുലേഷനിലെ ഒരു ചാപ്റ്ററാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഫസ്റ്റ് പറയാൻ പോകുന്നത് ഡെഫിനിഷൻ ആണ് പറയുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്നാണ് പറയുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിന്റെ ഷോർട്ട് ഫോം ആണ് പി ആൻഡ് എൽ എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു കടയിലാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യും, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, സെയിൽ ചെയ്യും. അപ്പം നമുക്കത് സെയിൽ ചെയ്യാതെ നമ്മളത് കെട്ടിക്കിടക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്താ ഉണ്ടാവുക, ലോസ് ആണ് ഉണ്ടാവുന്നത്. അതേ സ്ഥലത്ത് അത് നമ്മൾ വിറ്റ് പോവുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഉണ്ടാവുന്നത്, പ്രോഫിറ്റ് ആണ് ഉണ്ടാവുന്നത്. അതായത് ഒരു നിശ്ചിത പീരീഡിൽ അതെന്താ ചെയ്യുക, വിറ്റ് പോവുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആണ് ഉണ്ടാവുന്നത്. ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത്. അതായത് ഒരു വർഷത്തിൽ ഒരു നിശ്ചിത കാലയളവിൽ വരുമാനം അതുപോലെ തന്നെ ചെലവ് എന്നിവ സമ്മറൈസ് ചെയ്യുന്ന ഒരു ധനകാര്യ പ്രസ്താവനയാണ് എന്തെന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ റെക്കോർഡുകളുടെ വരുമാനം കൂട്ടുകയോ അതേപോലെ തന്നെ ചെലവ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ രണ്ടും കുറയ്ക്കുകയോ ചെയ്യുന്നതിലൂടെ ലാഭം ഉണ്ടാക്കാനുള്ള ഒരു കമ്പനിയെ കുറിച്ചുള്ള വിവരമാണ് നമുക്ക് നൽകുക. അതായത് അവിടെ എത്രയുണ്ട് പ്രോഫിറ്റ് അതേപോലെ തന്നെ എത്രയുണ്ട് ലോസ് എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെന്റ്, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഓപ്പറേഷന്, സ്റ്റേറ്റ്മെന്റ് ഓഫ് എ ഫിനാൻഷ്യൽ റിസൾട്ട് ആൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻസ് സ്റ്റേറ്റ്മെന്റ്. അടുത്തത് എടുക്കാൻ പോകുന്നത് ടേംസ് റിലേറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേംസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് വരുന്നത് കോസ്റ്റ് പ്രൈസ്. The price at which an article is purchased is called its cost price, abbreviated as CP. അതായത് നമ്മൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു സാധനം വാങ്ങുന്ന, അതായത് പർച്ചേസ് ചെയ്യുക, അതിൻ്റെ വിലയാണ് എന്തെന്ന് പറയുന്നത്, അതിൻ്റെ പ്രൈസിനെയാണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഷോർട്ട് ഫോം ആണ് CP എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് വരുന്നത് സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിയത് ഇപ്പോൾ ഒരു 20 രൂപയ്ക്കാണെങ്കിൽ അത് നമ്മളൊരു 5 രൂപ കയറ്റിയിട്ട് ഒരു 25 രൂപയ്ക്ക് നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രൈസിനെയാണ് എന്തെന്ന് പറയുന്നത്, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അതായത് അവിടെ നമുക്ക് എന്താ ഉണ്ടാവുന്നത്, പ്രോഫിറ്റ് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് ഫോം ആണ് SP എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് വരുന്നത് പ്രോഫിറ്റ് ഓർ ഗെയിൻ. If SP is greater than CP, the seller is said to have a profit or gain. അതായത് CPനേക്കാളും SP ആണ് കൂടുതലെങ്കിൽ, അതായത് കോസ്റ്റ് പ്രൈസിനേക്കാളും സെല്ലിംഗ് പ്രൈസ് ആണ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത് എങ്കിൽ ആ ഒരു സെല്ലർക്ക്, അതായത് അയാൾക്ക് എന്തായിരിക്കും, ഒന്നെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാകും, അതുപോലെ തന്നെ അതിലെന്തുണ്ടാകും, ഉയർച്ച ഉണ്ടാകും. അതാണ് എന്തെന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഓർ ഗെയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് വരുന്നത് ലോസ്. If SP is less than CP, അതായത് CPനേക്കാളും SP കുറവാണെങ്കിൽ അവിടെ ആ സെല്ലർക്ക് എന്താണ് ഉണ്ടാവുന്നത്, ലോസ് ആണ് വരുന്നത്, നഷ്ടമാണ് വരുന്നത്. അതാണ് എന്തെന്ന് പറഞ്ഞാൽ ലോസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് വരുന്നത് ഡിസ്കൗണ്ട്. ദ റിഡക്ഷൻ ഗിവൺ ടു ദി സെല്ലിംഗ് പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ് ഈസ് ദ ഡിസ്കൗണ്ട്. അതായത് നമുക്ക് നിലവിലുള്ള സെല്ലിംഗ് പ്രൈസിൽ റിഡക്ഷൻ ചെയ്തിട്ട്, അതായത് കുറച്ചിട്ട് കൊടുക്കുന്ന പ്രൊഡക്റ്റിനെയാണ് എന്തെന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഫോർമുലയാണ് വരുന്നത്. അതായത് ഇത്രയും നമ്മൾ പറഞ്ഞു ടേംസ്, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഫോർമുലയാണ് പറയുന്നത്. ഫസ്റ്റ് വണ് പ്രോഫിറ്റ് ഓർ ഗെയിൻ ഈക്വൽ ടു SP മൈനസ് CP ആയിരിക്കും. അതായത് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആയിരിക്കും വരുന്നത്. രണ്ടാമത്തത് ലോസ് ഈസ് ഈക്വൽ ടു CP മൈനസ് SP. ആൻഡ് തേർഡ് വണ് ലോസ് ഓർ ഗെയിൻ ആൾവേസ് ഡിപ്പെൻഡ് ഓൺ CP. അതായത് CPനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അവിടുത്തെ എന്ത് വരുന്നത്, ലോസ് അല്ലെങ്കിൽ ഗെയിൻ വരുന്നത്. അതുപോലെ തന്നെ ഫോർത്ത് വണ്ണാണ് വരുന്നത് പ്രോഫിറ്റ് ഓർ ഗെയിൻ ഈസ് ആൾവേസ് എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ്.
പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ എന്ന് പറയുന്നത് എക്സ്പ്രസ് ചെയ്യുന്നത് പെർസെൻറ്റേജിലാണ് വരുന്നത്. അപ്പോൾ ഗെയിൻ പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു ഗെയിൻ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ CP ആണ് എന്ത് വരുന്നത്, ഗെയിൻ പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ വരുന്നത്. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ ആണ് വരുന്നത് ലോസ് പെർസെൻറ്റേജ്. ലോസ് പെർസെൻറ്റേജ് കാണാനുള്ളത് ലോസ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു ലോസ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ CP, അതായത് കോസ്റ്റ് പ്രൈസ് ആണ് വരുന്നത്. 6 സെല്ലിംഗ് പ്രൈസ് SP ഇസ് ഈക്വൽ ടു 100 പ്ലസ് ഗെയിൻ പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു CP. ആൻഡ് 7th വരുന്നത് സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു SP ഇസ് ഈക്വൽ ടു എന്ത് വരും, 100 മൈനസ് ലോസ് പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു CP. അതായത് സെല്ലിംഗ് പ്രൈസ് കാണാൻ രണ്ട് ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. ഒന്ന് പ്രോഫിറ്റ് ഉള്ളപ്പോൾ, രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ലോസ് ഉള്ളപ്പോൾ. നെക്സ്റ്റ് വരുന്നത് കോസ്റ്റ് പ്രൈസ് CP ഇസ് ഈക്വൽ ടു എന്ത് വരുന്നത്, 100 ഡിവൈഡഡ് ബൈ 100 പ്ലസ് ഗെയിൻ ഇൻറ്റു SP ആണ് വരുന്നത്. അതുപോലെ തന്നെ കോസ്റ്റ് പ്രൈസ് CP ഇസ് ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് ലോസ് പെർസെൻറ്റേജ് ഇൻറ്റു SP. ഫസ്റ്റ് എക്സാമ്പിൾ ആണ് ഇനി പറയുന്നത്. എ ഡീലർ ബ്രോക്ക് ടു ടെലിവിഷൻ സെറ്റ് ഫോർ Rs 10,000 and sold it for Rs 12,000. Find the profit or loss made by him for one television set. If the had sold 5 television set, find the total profit or loss. അതായത് നമുക്ക് ഇവിടെ ഒരു ടെലിവിഷൻ്റെ എന്ത് തന്നിട്ടുണ്ട്, പ്രൈസ് തന്നിട്ടുണ്ട് 10,000 ആണ്. അതുപോലെ തന്നെ അത് സെയിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണത് 12,000 ആണ് അതെന്ത് ചെയ്യുന്നത്, സെയിൽ ചെയ്യുന്നത്. ഫൈൻഡ് ദ പ്രോഫിറ്റ് ഓർ ലോസ്. ഇവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഇവിടെ ഉണ്ടാവുന്നത് എന്നുള്ളത്, ഒരു ടെലിവിഷൻ വിൽക്കുമ്പോൾ അവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ഉണ്ടാവുന്നത് എന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതുപോലെ തന്നെ 5 ടെലിവിഷൻ വിറ്റാൽ അവിടുത്തെ പ്രോഫിറ്റ് എത്ര എന്നുള്ളതും. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് നമുക്ക് കാണണം. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, സൊല്യൂഷൻ എഴുതുക. സെല്ലിംഗ് പ്രൈസ് ഓഫ് ദി ടെലിവിഷൻ സെറ്റ്, അതായത് നമ്മൾ സെല്ലിംഗ് പ്രൈസ് എത്ര ആണോ ടെലിവിഷൻ സെറ്റിന് വരുന്നത് 12,000 ആണ് വരുന്നത്. കോസ്റ്റ് പ്രൈസ് ഓഫ് ദി ടെലിവിഷൻ സെറ്റ്, അതായത് നമുക്ക് എത്രയാണോ കോസ്റ്റ് ആയത്, അത് വാങ്ങാൻ വേണ്ടിയിട്ട് എത്രയാണോ ക്യാഷ് ആയത് 10,000 ആണ് ആയത്. അപ്പോൾ SP ഗ്രേറ്റർ ദാൻ CP ആണ് വരുന്നത്. അതായത് CPനേക്കാളും കൂടുതലാണ് എന്ത് വരുന്നത്, SP വരുന്നത്. ദർ ഈസ് എ പ്രോഫിറ്റ്, അവിടെ എന്താ ഉണ്ടാവുന്നത്, പ്രോഫിറ്റ് ആണ് വരുന്നത്. അതായത് നമ്മൾ കടയിൽ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്, കടയ്ക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് 10,000 രൂപയ്ക്കാണ് ടെലിവിഷൻ വാങ്ങിയത്. അത് നമ്മൾ ഒരാൾക്ക് സെയിൽ ചെയ്തത് എത്ര രൂപക്കാണ്, 12,000 ആണ് നമ്മൾ സെയിൽ ചെയ്തത്. അപ്പോൾ അവിടെ എന്താ ഉണ്ടാവുന്നത്, പ്രോഫിറ്റ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ അവിടുത്തെ പ്രോഫിറ്റ് എത്രയാണെന്നാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു SP മൈനസ് CP ആണ് വരുന്നത്. SP എന്ന് പറഞ്ഞാൽ 12,000, CP എന്ന് പറഞ്ഞാൽ 10,000 ആണ് വരുന്നത്. നമുക്ക് എത്രയാണ് ലാഭം കിട്ടുന്നത്, 2,000 ആണ് നമുക്ക് ലാഭം കിട്ടുന്നത്. പ്രോഫിറ്റ് ഓൺ വൺ ടെലിവിഷൻ സെറ്റ് ഇസ് ഈക്വൽ ടു Rs 2,000 ആണ് വരുന്നത്. അതായത് ഒരു ടെലിവിഷൻ നമ്മൾ വിറ്റാൽ അവിടുത്തെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 2,000 രൂപയാണ്. അപ്പോൾ 5 ടെലിവിഷൻ വിറ്റാൽ നമുക്കുള്ള പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ഓൺ 5 ടെലിവിഷൻ സെറ്റ് ഇസ് ഈക്വൽ ടു 2,000 ഇൻറ്റു 5 കൊടുക്കുക. അതായത് 5 എണ്ണം വിറ്റാൽ നമുക്ക് എത്രയാണ് പ്രോഫിറ്റ് വരുന്നത് എന്നുള്ളത് നമുക്ക് കാണണം. അപ്പോൾ എത്ര പ്രോഫിറ്റ് വരുന്നത്, 10,000 റുപ്പീസ് ആണ് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. Second example, Sanjay bought a bicycle for a 500. He sold it for Rs 600. Less after 2 years. Find the selling price and the loss percentage. അതായത് സഞ്ജയ് എന്ന് പറഞ്ഞ ആള് എന്ത് വാങ്ങിയിട്ടുണ്ട്, 5,000 രൂപയ്ക്ക് ഒരു ബൈക്കിൾ വാങ്ങിയിട്ടുണ്ട്. അത് സെയിൽ ചെയ്യാണ്. അതും 600 രൂപ കുറച്ചിട്ടാണ് അയാൾ സെയിൽ ചെയ്യുന്നത്. എന്നാണ് സെയിൽ ചെയ്യുന്നത് വെച്ചാൽ 2 ഇയർ കഴിഞ്ഞിട്ടാണ് അയാൾ സെയിൽ ചെയ്യുന്നത്. ആ സെയിൽ ചെയ്യുമ്പോൾ ഈ 5,000-ൽ നിന്ന് 600 രൂപ കുറച്ചിട്ടാണ് അയാൾ ഇത് വിൽക്കുന്നത്.
അപ്പോൾ അവിടുത്തെ സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്നും അതുപോലെ തന്നെ എത്ര ലോസ് പെർസെൻറ്റേജ് ഉണ്ട് എന്നുള്ളതും കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് എന്ത് ചെയ്യുക, സൊല്യൂഷൻ എഴുതുക. എന്തൊക്കെ തന്നിട്ടുണ്ട്? കോസ്റ്റ് പ്രൈസ് ഓഫ് ദി ബൈക്കിളിൻ്റെ നമ്മൾ വാങ്ങിയ പ്രൈസ് എത്രയാണ് വരുന്നത്? 5000 ആണ് വരുന്നത്. ലോസ് എത്രയാണ് വരുന്നത്? 600 ആണ് വരുന്നത്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് മൈനസ് ലോസ് ആണ് വരുന്നത്. അപ്പോൾ 5000 മൈനസ് 600 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4400 രൂപയാണ് ഇവിടെ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഇനി അവിടുത്തെ ലോസ് പെർസെൻറ്റേജ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലോസ് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ലോസ് ഡിവൈഡഡ് ബൈ CP ഇൻറ്റു 100 ആണ്. ഈക്വൽ ടു ലോസ് എത്രയാണ് വരുന്നത്? 600 ആണ് വരുന്നത്. 600 ഡിവൈഡഡ് ബൈ CP കോസ്റ്റ് പ്രൈസ് 5000 ആണ്. ഇൻറ്റു 100 ചെയ്താൽ അവിടുത്തെ ലോസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 12% ആണ് നമുക്ക് കിട്ടുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഫൈൻഡ് ദ ടോട്ടൽ എമൗണ്ട് ഇഫ് 12% ഓഫ് ഇറ്റ് ഈസ് RS 1080. അതായത് ടോട്ടൽ എമൗണ്ടിൻ്റെ 12% ആണ് നമുക്കിവിടെ കാണേണ്ടത്. അപ്പോൾ സൊല്യൂഷൻ കൊടുക്കുക. ലെറ്റ് ദ ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞത് നമ്മൾ എക്സ് ആക്കിയിട്ട് എടുക്കുക. 12% ഓഫ് ദി ടോട്ടൽ എമൗണ്ടിൻ്റെ 12% ഇസ് ഈക്വൽ ടു നമുക്ക് തന്നിട്ടുള്ള എമൗണ്ട് എത്രയാണ്? 1080. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 12 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ട് ഈക്വൽ ടു 1080. അതിനെ എക്സിനെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ എന്ത് വരും? 100 ഇൻറ്റു 1080 ഡിവൈഡഡ് ബൈ എന്ത് വരുന്നു? 12 വരും. ഈക്വൽ ടു ആൻസർ വരുന്നത് 9000 ആണ് ആൻസർ വരിക. അപ്പോൾ ദ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? RS 9000. നെക്സ്റ്റ് പറയുന്നത് അപ്ലിക്കേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ അപ്ലിക്കേഷൻസ് ആണ് പറയുന്നത്. ഇതുവരെ നമ്മൾ ഒരുപാട് എന്ത് പഠിച്ചിട്ടുണ്ട്? അതിൻ്റെ പെർസെൻറ്റേജ് കാണാനും അതുപോലെ തന്നെ SP കാണാനും CP കാണാനും എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ SPൻ്റെ ഫോർമുലേൻ്റെ ഒരു ഉദാഹരണമാണ് പറയുന്നത്. രാജേഷ് ബൈസ് എ പെൻ ഫോർ RS 80 ആൻഡ് സെൽസ് ഇറ്റ് ടു ഹിസ് ഫ്രണ്ട്. അതായത് രാജേഷ് ഒരു പെന്ന് വാങ്ങി, അതും 80 രൂപയ്ക്ക്. അവൻ്റെ ഫ്രണ്ടിന് അത് വിൽക്കുകയും ചെയ്തു. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഫ് ദ വാണ്ട്സ് മേക്ക് എ പ്രോഫിറ്റ് ഓഫ് 5%. അത് വിറ്റപ്പോൾ അവിടെ എന്താ ഉണ്ടായത്? അവന് പ്രോഫിറ്റ് 5% ആണ് കിട്ടിയത്. അപ്പോൾ അവിടുത്തെ പ്രൈസ് എത്രയാണെന്നുള്ളത്, അതായത് അവൻ സെയിൽ ചെയ്തപ്പോൾ അവിടുത്തെ പ്രൈസ് എത്രയാണെന്നുള്ളതാണ് ഇവിടെ ചോദ്യം വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കാണണം? SP ആണ് നമുക്ക് കാണേണ്ടത്. അതായത് സെല്ലിംഗ് പ്രൈസ് ആണ് നമുക്ക് കാണേണ്ടത്. നമ്മൾ മുന്നേ സെല്ലിംഗ് പ്രൈസ് കാണാനുള്ള ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ആ രീതി അല്ലാതെ വേറൊരു രീതിയാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ രാജേഷ് എന്ത് ചെയ്തത്? ഒരു പെന്ന് വാങ്ങി 80 രൂപയ്ക്ക്. അതെന്ന് പറഞ്ഞാൽ അവൻ്റെ ഫ്രണ്ടിന് വിൽക്കുകയും ചെയ്തു. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 80 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇത് വിറ്റപ്പോൾ അവന് പ്രോഫിറ്റ് കിട്ടിയത് 5% ആണ് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 5% ഓഫ് CP ഈക്വൽ ടു 5/100 ഇൻറ്റു 80. അതായത് 80 എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് ആണ് വരുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അവിടുത്തെ എന്ത് കിട്ടും? എത്രയാണ് പ്രോഫിറ്റ് എന്നുള്ളത് കിട്ടും. RS ഇസ് ഈക്വൽ ടു 4 ആണ് വരുന്നത്. എക്സ്ട്രാ അവിടെ 4 രൂപയാണ് അയാൾക്ക് അത് വിൽക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ടോട്ടൽ എത്ര വരിക? സിൻസ് ദർ ഈസ് എ പ്രോഫിറ്റ് ആണ് അവിടെ കിട്ടുന്നത്. എത്ര? 4 രൂപയാണ് പ്രോഫിറ്റ് വരുന്നത്. SP ഗ്രേറ്റർ ദാൻ CP ആണ് വരുന്നത്. അപ്പോൾ അവിടെ ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ SP ഇസ് ഈക്വൽ ടു CP പ്ലസ് പ്രോഫിറ്റ്. അതായത് കോസ്റ്റ് പ്രൈസ് എത്രയാണ്? നമ്മൾ വാങ്ങിയത് 80 ആണ്. വിറ്റപ്പോൾ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇപ്പോൾ ടോട്ടൽ എത്ര വരുന്നത്? RS 84 രൂപയാണ് വരുന്നത്. ഈ ഒരു സെയിം പ്രോബ്ലം തന്നെ ഇതിൻ്റെ ഫോർമുല വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്ത് നോക്കാം. എത്രയാണ് ആൻസർ വരുന്നത് എന്നുള്ളത്. സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു CP. അതായത് നമുക്കിവിടെ പ്രോഫിറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് കാണാൻ എന്ത് ചെയ്യുക? പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്നുള്ള ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ 100 പ്ലസ്
പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്ര വരുന്നത് 5 ആണ് വരുന്നത്, ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു കോസ്റ്റ് പ്രൈസ് 80 ആണ് വരുന്നത്, ഈക്വൽ ടു എത്ര ആൻസർ വരുന്നത് 84 എന്നുള്ളത് കിട്ടും. സെക്കൻഡ് വണ്ണ് വരുന്നത് CP ഫോർമുലേൻ്റെ ഉദാഹരണമാണ് പറയുന്നത്. ഒരു ഷോപ്പ് കീപ്പർ ഒരു വാച്ച് വിറ്റു. എത്ര രൂപക്കാണ് വിൽക്കുന്നത്? 540 രൂപക്കാണ് അയാൾ വിറ്റത്. അതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞത് 5% ആണ് വരുന്നത്. അപ്പോൾ അവിടുത്തെ കോസ്റ്റ് പ്രൈസ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ആ വാച്ച് വാങ്ങാൻ എടുത്ത്, ആ ഷോപ്പ് കീപ്പർ വാച്ച് വാങ്ങാൻ വേണ്ടിയിട്ട് എടുത്ത് പ്രൈസ് എത്ര എന്നുള്ളതാണ് നമുക്കിവിടെ കാണേണ്ടത്. ദ ഷോപ്പ് കീപ്പർ ഹാഡ് സോൾഡ് ദ വാച്ച് അറ്റ് എ പ്രോഫിറ്റ് എത്ര വരുന്നത് 5% ആണ്. അപ്പോൾ CP എന്ന് പറയുന്നതാണ് നമുക്ക് കാണേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റ് ആസ് എ ടേക്ക് ഇറ്റ് ആസ് എ RS 100 എന്ന് എടുക്കുക. നമുക്ക് CP എന്ന് പറഞ്ഞത് നമുക്കിവിടെ തന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്കൊരു 100 ആക്കിയിട്ട് എടുക്കുക. അയാൾ 100 രൂപക്കാണ് വാങ്ങിയത് എന്നുള്ളത്. അപ്പോൾ പ്രോഫിറ്റ് ഓഫ് 5% ഈസ് മെയ്ഡ് ഓൺ ദി CP. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 5% ഓഫ് CP ആണ് വരുന്നത്. അപ്പോൾ 5/100 ഇൻറ്റു 100 വരും. ഇവിടുത്തെ 100 എന്ന് പറഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്ത് എടുത്തതാണ്. ഈക്വൽ ടു എത്ര വരുന്നത് 5 രൂപയാണ് ആൻസർ വരുന്നത്. അതിലെ SP കാണാനുള്ള ഇക്വേഷൻ എന്താ വരുന്നത്? നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ SP is equal to കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് വരും. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 100 രൂപ നമ്മൾ അസ്യൂം ചെയ്തെടുത്തിട്ടുണ്ട്, പ്ലസ് 5 ഈക്വൽ ടു എത്ര വരുന്നത് 105 രൂപയാണ് ഇവിടുത്തെ SP വരുന്നത്, സെല്ലിംഗ് പ്രൈസ് വരുന്നത്. ഇഫ് SP ഈസ് എ RS എത്ര വരുന്നത് 105, ദെൻ CP ഈസ് RS 100 ആണ് വരുന്നത്. ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസ് 105 രൂപയും അവിടുത്തെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 100 രൂപയാണ് വരുന്നത്. വെൻ SP ഓഫ് ദി വാച്ച് ഈസ് RS 540 ആണ്. നമ്മൾ അത് വിറ്റത് ഏത് രൂപയ്ക്കാണ്? ശരിക്കും ആ വാച്ച് വിറ്റത് 540 രൂപക്കാണ് വിറ്റത്. അപ്പോൾ CP കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ CP is equal to 540 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 105 ചെയ്യുക. ഈക്വൽ ടു എത്ര വരും ആൻസർ 514.29 രൂപയാണെന്ന് കിട്ടും. അപ്പോൾ വാച്ചിൻ്റെ കോസ്റ്റ് പ്രൈസ് നമ്മൾ വാങ്ങാൻ യൂസ് ചെയ്ത പ്രൈസ് എന്ന് പറഞ്ഞാൽ 514.29 ആണ് വരുന്നത്. ഈ ഒരു സെയിം പ്രോബ്ലം തന്നെ നമ്മൾ ആ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യാം. CP is equal to 100 divided by 100 plus profit percentage into SP. is equal to 100 divided by 100 plus ഇവിടുത്തെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 5 ആണ്. ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 540 ആണ്. ഈക്വൽ ടു എത്ര ആൻസർ കിട്ടുന്നത് 514.29 രൂപയാണ് കിട്ടുന്നത്. നെക്സ്റ്റ് അതിൻ്റെ ഫോർമുലയാണ് പറയുന്നത്. അതിനെ സമ്മറൈസ് ചെയ്തിട്ട് എഴുതിയതാണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോളത്തിൽ ഫസ്റ്റ് വൺ ആണ് വെൻ ദർ ഈസ് എ പ്രോഫിറ്റ്. നമുക്ക് ഇവിടെ പ്രോഫിറ്റ് ആണെങ്കിൽ അവിടെ കാണാനുള്ള ഇക്വേഷന്, അതായത് കോസ്റ്റ് പ്രൈസ് കാണാനുള്ള ഇക്വേഷൻ വരുന്നത് കോസ്റ്റ് പ്രൈസ് is equal to 100 ഡിവൈഡഡ് ബൈ 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇൻറ്റു SP ആണ് വരുന്നത്. വെൻ ദർ ഈസ് എ ലോസ്, അതേ വിപരീതമായിട്ട് ലോസ് ആണ് വരുന്നെങ്കിൽ ലോസ് പെർസെൻറ്റേജ് കാണാൻ, അതായത് CP is equal to കോസ്റ്റ് പ്രൈസ് is equal to 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് ലോസ് പെർസെൻറ്റേജ് ഇൻറ്റു SP വരും. സെക്കൻഡ് കോളാണ് വരുന്നത് വെൻ ദർ ഈസ് എ പ്രോഫിറ്റ്. SP is equal to 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു CP. വെൻ ദർ ഈസ് എ ലോസ് ആണെങ്കിൽ SP is equal to 100 മൈനസ് ലോസ് പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു CP. ഇതിൽ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. ഹമീദ് എന്ത് വാങ്ങി? ഒരു കളർ TV വാങ്ങി. 15,200 രൂപക്കാണ് അയാൾ ഒരു കളർ TV വാങ്ങിയത്. അതിൻ്റെ സെയിൽ ചെയ്തപ്പോൾ അയാൾക്ക് 20% ലോസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ സെല്ലിംഗ് പ്രൈസ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ രണ്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കാണാം? സെല്ലിംഗ് പ്രൈസ് കാണാം. അപ്പോൾ ഫസ്റ്റ് മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് മെത്തേഡിൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ലോസ് ഈസ് 20% ഓഫ് ദി CP. CPൻ്റെ 20% ആണ് ലോസ് വന്നിട്ടുള്ളത്. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു എത്ര വരും? 15,200 ചെയ്താൽ 340 രൂപയാണ് അവിടുത്തെ ലോസ് വരുന്നത്. അപ്പോൾ SP is equal to CP മൈനസ് ലോസ് കാണുക.
അതായത് സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു 15,200 മൈനസ് 3,040 ചെയ്താൽ അവിടുത്തെ സെല്ലിംഗ് പ്രൈസ് വരുന്നത് എത്രയാണ്? 12,160 രൂപയാണ് എന്ത് വരുന്നത്? സെല്ലിംഗ് പ്രൈസ് വരുന്നത്. സെക്കൻഡ് വരുന്നത് മെത്തേഡ് 2 ആണ് പറയുന്നത്. സി പി ഇസ് ഈക്വൽ ടു ആർ എസ് എത്രയാണ്? കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 15,200 ആണ്. ലോസ് എന്ന് പറഞ്ഞാൽ 20% ആണ്. അപ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസ് കാണാനുള്ള ഇക്വേഷൻ എങ്ങനെ വരുന്നത്? സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു 100 മൈനസ് ലോസ് പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു സി പി ആണ് വരുന്നത്. അതെങ്ങനെ കാണാം? ഈക്വൽ ടു 100 മൈനസ് ലോസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 20 ആണ്, ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 15,200 ആണ്. അത് ചെയ്യുമ്പോൾ എത്ര ആൻസർ വരുന്നത്? 12,160 ആണ് ആൻസർ വരിക. ഒരു സ്കൂട്ടി നമ്മൾ വിൽക്കുകയാണ് ചെയ്യുന്നത്. എത്ര രൂപക്കാണ്? 13,600 രൂപക്കാണ് അത് വിൽക്കുന്നത്. അവിടുത്തെ ലോസ് എന്ന് പറഞ്ഞാൽ 50% ആണ് വരുന്നത്. അപ്പോൾ ഫൈൻഡ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദി സ്കൂട്ടി. ആ സ്കൂട്ടിൻ്റെ കോസ്റ്റ് പ്രൈസ് ആണ് ഇവിടെ കാണേണ്ടത്. അപ്പോൾ രണ്ട് മെത്തേഡിലും നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു കോസ്റ്റ് പ്രൈസ് കാണുക. മെത്തേഡ് 1 ഈക്വൽ ടു എന്താ വരുന്നത്? ലോസ് ഓഫ് 50% മീൻസ് എന്താണ്? ഇഫ് സി പി ഈസ് എ ആർ എസ് 100 എന്ന് എടുക്കുക. അപ്പോൾ ലോസ് ഇസ് ഈക്വൽ ടു എത്ര വരും? ആർ എസ് 50 ആണ് വരും. ദെർഫോർ എസ് പി വുഡ് ബി എന്ത് വരും? 100 മൈനസ്, അതായത് കോസ്റ്റ് പ്രൈസ് മൈനസ് എന്ത് വരും? അവിടുത്തെ ലോസ് ഇസ് ഈക്വൽ ടു 100 മൈനസ് 50 ഇസ് ഈക്വൽ ടു എത്ര വരും? 85 രൂപ വരും. ഇഫ് എസ് പി ഈസ് എ ആർ എസ് 85, സി പി ഈസ് ആർ എസ് എത്ര വരുന്നത്? 100 ആണ് വരുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോബ്ലം തന്നെയാണ്, ചെറുതായിട്ടൊരു വ്യത്യാസമുള്ളൂ. നമ്മൾ നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇതേപോലെ തന്നെ സി പി തരാത്തതുകൊണ്ട് നമ്മൾ 100 ആക്കിയിട്ട് എടുത്തിരുന്നു. അപ്പോൾ വെൻ എസ് പി ഈസ് ആർ എസ് 13,600 രൂപയാണ് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് സി പി കാണാൻ സി പി ഇസ് ഈക്വൽ ടു 100 ഇൻറ്റു 13,600 ഡിവൈഡഡ് ബൈ 85 ഈക്വൽ ടു എത്ര ആൻസർ വരുന്നത്? 16,000 രൂപയാണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. ആ സെയിം പ്രോബ്ലം തന്നെ മെത്തേഡ് 2 ചെയ്യുമ്പോൾ ലോസ് എന്ന് പറഞ്ഞാൽ 50%, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ആർ എസ് 13,600 രൂപയാണ്. സി പി കാണാനുള്ള ഇക്വേഷൻ, അതായത് കോസ്റ്റ് പ്രൈസ് കാണാനുള്ള ഇക്വേഷൻ എന്താ വരുന്നത്? 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് ലോസ് പെർസെൻറ്റേജ് ഇൻറ്റു എസ് പി ആണ് വരുന്നത്. ഈക്വൽ ടു എത്ര വരുന്നത്? 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് 15 ഇൻറ്റു എത്ര? 13,600 ഈക്വൽ ടു അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 16,000 രൂപയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കോസ്റ്റ് പ്രൈസ് ആയിട്ട് കിട്ടുന്നത്. നെക്സ്റ്റ് ആണ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് ഈസ് ദ റിഡക്ഷൻ ഇൻ വാല്യൂ ഓൺ ദി മാർക്കറ്റ് പ്രൈസ് ഓർ ലിസ്റ്റ് പ്രൈസ് ഓഫ് ദി ആർട്ടിക്കിൾ. അതായത് ഒരു വസ്തു, ഒരു പ്രൊഡക്റ്റ് നമ്മൾ വിൽക്കുകയാണെങ്കിൽ, അതായത് അതിന് സെയിൽ ചെയ്യുകയാണെങ്കിൽ അതിന് ഒരു ഡിസ്കൗണ്ട് കൊടുക്കുക. അതായത് നിലവിലുള്ള ക്യാഷിനേക്കാളും, അതായത് പ്രൈസിനേക്കാളും കുറച്ചിട്ട്, അതായത് ഇപ്പോൾ ഒരു 500 രൂപയാണ് നിലവിലുള്ള പ്രൈസ് എങ്കിൽ, അതായത് മാർക്ക് ചെയ്ത പ്രൈസ് എങ്കിൽ ഒരു 500 രൂപയാണെങ്കിൽ അതൊരു 100 രൂപയ്ക്ക് കുറച്ചിട്ട് കൊടുക്കുക. അതായത് 400 രൂപക്കൊക്കെ കൊടുക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി പ്രൊഡക്റ്റ് ഈസ് ആർ എസ് എത്ര വരുന്നത്? 550. അതായത് മാർക്ക് ചെയ്തിട്ടുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ 550 ആണ് ആ പ്രൊഡക്റ്റിൻ്റെ. നമ്മളത് വിൽക്കുകയാണ്, ആ ഒരു ഷോപ്പ് കീപ്പർ ഒരാൾക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിൽക്കുമ്പോൾ ആ വിറ്റ ആൾ വാങ്ങിയ ആൾ കൊടുക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ 440 രൂപയാണ്. അപ്പോൾ അവിടുത്തെ ഡിസ്കൗണ്ട് എങ്ങനെ കാണുക? ഡിസ്കൗണ്ട് ഇസ് ഈക്വൽ ടു 550 മൈനസ് 440 ചെയ്താൽ അവിടുത്തെ ഡിസ്കൗണ്ട് കിട്ടുന്നത് 110 രൂപയാണ്. കണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിസ്കൗണ്ട് ഇസ് ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ അതിൽ നമുക്ക് കാണേണ്ട കുറച്ച് ഫോർമുലാസ് ആണ് ഇനി പറയുന്നത്. ഡിസ്കൗണ്ട് കാണാനുള്ള ഇക്വേഷൻ ആണ് വരുന്നതെങ്കിൽ ഡിസ്കൗണ്ട് ഇസ് ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ആണ്. അതുപോലെ സെല്ലിംഗ് പ്രൈസ് കാണാനുള്ള ഇക്വേഷന് സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസ് മൈനസ് ഡിസ്കൗണ്ട് ആണ് വരുന്നത്. മാർക്കറ്റ് പ്രൈസ് ആണ് നമുക്ക് കാണേണ്ടതെന്ന് വെച്ചാൽ സെല്ലിംഗ് പ്രൈസ്
പ്ലസ് എന്താ വരുന്നത്, ഡിസ്കൗണ്ട് ആണ് വരുന്നത്. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. നമ്മളിവിടെ ഒരു ബൈക്കിൾസിന് മാർക്ക് ചെയ്തിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ 1500 ആണ്. പക്ഷെ അത് സെയിൽ ചെയ്തത് 1350 രൂപക്കാണ് അത് സെയിൽ ചെയ്തത്, വിറ്റത്. അപ്പോൾ അവിടുത്തെ ഡിസ്കൗണ്ടിൻ്റെ പെർസെൻറ്റേജ് ആണ് നമുക്ക് കാണേണ്ടത്. ഫസ്റ്റ് എന്ത് കാണണം, അതിൻ്റെ എത്രയാണ് ഡിസ്കൗണ്ട് വന്നത് എന്ന് കാണണം. എന്നാലേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, അതിൻ്റെ പെർസെൻറ്റേജ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതുക. മാർക്കറ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു RS എത്ര തന്നിട്ടുള്ളത്, 1500 രൂപയാണ് തന്നിട്ടുള്ളത്. സെല്ലിംഗ് പ്രൈസ് 1350 രൂപയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനുള്ള ഇക്വേഷൻ എന്താ വരുന്നത്, ഡിസ്കൗണ്ട് ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ആണ്. മാർക്കറ്റ് പ്രൈസ് 1500 മൈനസ് 1350 ചെയ്യുമ്പോൾ 150 രൂപയാണ് നമുക്ക് ഇവിടെ എന്ത് വന്നിട്ടുള്ളത്, ഡിസ്കൗണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഇനി എന്ത് കണ്ടുപിടിക്കുക, ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. അത് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എത്രയിൻ്റെ ആണ് ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ളത്, 1500 രൂപയാണ് മാർക്ക് ചെയ്തിട്ടുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ. അപ്പം അതിൻ്റെ ഡിസ്കൗണ്ട് എത്രയാണ് വരുന്നിട്ടുള്ളത്, ഈക്വൽ ടു 150 രൂപയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു 150 ഹരിക്കണം 1500 ഇൻറ്റു എത്ര വരുന്നത്, 100 ആണ് വരുന്നത്. എത്ര പെർസെൻറ്റേജ് വരിക ചെയ്യുമ്പോൾ 10% ആണ് ഇവിടെ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, ദ ലിസ്റ്റ് പ്രൈസ് ഓഫ് എ ഫ്രോക്ക് ഈസ് RS 220. എ ഡിസ്കൗണ്ട് ഓഫ് 20% ഓൺ സെയിൽസ് ഈസ് അനൗൺസ്ഡ്. വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് ഓൺ ഇറ്റ് ആൻഡ് ഇറ്റ്സ് എ സെല്ലിംഗ് പ്രൈസ്. ഇവിടെ നമുക്കൊരു ഫ്രോക്കിൻ്റെ പ്രൈസ് എത്ര തന്നിട്ടുണ്ട്, 220 രൂപയാണ് തന്നിട്ടുണ്ട്. അവിടുത്തെ ഡിസ്കൗണ്ട് അനൗൺസ് ചെയ്തിട്ടുള്ളത് 20% ആണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ എന്ത് കാണണം, എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് ഓൺ ഇറ്റ്സ് ആൻഡ് ഇറ്റ്സ് എ സെല്ലിംഗ് പ്രൈസ്. അവിടുത്തെ സെല്ലിംഗ് പ്രൈസ് ആണ് നമുക്ക് കാണേണ്ടത്. അതായത് ആ ഒരു ഫ്രോക്കിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്ര ആണെന്നാണ് കാണേണ്ടത്. അപ്പോൾ എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് ഇസ് ഈക്വൽ ടു ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് എന്നുള്ള ഇക്വേഷൻ അവിടെ അപ്ലൈ ചെയ്യാം. ഈക്വൽ ടു എന്ത് വരും, ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 20% ആണ്. 20 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 220 ഈക്വൽ ടു എത്രയാണ് വരുന്നത്, 44 ആണ്. അവിടെ 44 രൂപയാണ് അവിടെ ഡിസ്കൗണ്ട് വരുന്നത്. അപ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസ് അതിൽ നിന്ന് കാണാം. ഫ്രോക്കിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്, അപ്പോൾ സെല്ലിംഗ് പ്രൈസ് കാണാനുള്ള ഇക്വേഷൻ ആണ് സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസ് മൈനസ് ഡിസ്കൗണ്ട്. മാർക്ക് ചെയ്തിട്ടുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ 220 ആണ്, ഡിസ്കൗണ്ട് 44. അതിൽ നിന്ന് കുറക്കുമ്പോൾ എത്ര ആൻസർ കിട്ടുന്നത്, 176 രൂപയാണ് നമുക്ക് സെല്ലിംഗ് പ്രൈസ് ആയിട്ട് കിട്ടുന്നത്.